Hi guys, welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലെസൺസ് ഫ്രം ഓപ്പറേഷൻ സിന്ദൂർസ് ഗ്ലോബൽ ഔട്ട്റീച്ച് ആൻഡ് ഇതിൻ്റെ പ്രിലിംസ് റെലവൻസ് ഇത് ജി എസ് പേപ്പർ 1 കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ ജി എസ് പേപ്പർ 2 വരുന്നതാണ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ് റിലേഷൻസ്. ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ഏപ്രിൽ 22 നമ്മുടെ പെഹൽഗാം ടെറർ അറ്റാക്കിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തിരുന്നു അല്ലേ. Okay, so it is a very strong military and diplomatic response to show it won't tolerate terrorism. ഓക്കെ, നമ്മൾ ഇന്ത്യൻ മണ്ണിൽ ഇനി ടെററിസത്തിന് സ്ഥാനമില്ല എന്ന് കാണിച്ചു കൊടുത്തൊരു അറ്റാക്ക് ആയിരുന്നു അത്. സോ ഇതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ആസ് എ പാർട്ട് ഓഫ് ദിസ് റെസ്പോൺസ് നമ്മൾ ഓൾ പാർട്ടി ഡെലിഗേഷൻസിനെ 5ഓളം രാജ്യങ്ങളിലോട്ട് അയച്ചിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ ലീഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. സോ നമ്മൾ ഗയാനയിലേക്കും പനാമ, കൊളംബിയ, ബ്രസീൽ, US, സോ ഇങ്ങനത്തെ രാജ്യങ്ങളിലോട്ട് നമ്മൾ 5ഓളം രാജ്യങ്ങളിലോട്ട് നമ്മൾ അയച്ചിരുന്നു നമ്മൾ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻസിന്. സോ ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ടു എക്സ്പ്ലെയിൻ ഇന്ത്യാസ് ആക്ഷൻ ആൻഡ് ഒരു ഇന്റർനാഷണൽ സപ്പോർട്ട് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ടു ഷോ ദ വേൾഡ് ദാറ്റ് ഇന്ത്യ വാസ് ഓൺലി ആക്ടിങ് ഇൻ സെൽഫ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് ടെററിസം. സോ ഇന്ത്യയുടെ ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഈ ഒരു മിലിറ്ററി ആക്ഷൻ, അതും ഈ ഒരു ഗ്ലോബൽ ഡിപ്ലോമസിയും, it was to respond strongly to the attack and build the support worldwide. സോ ഇന്ത്യ മെയിൻലി നമ്മൾ MPസിനെയാണ് അയച്ചതല്ലേ, മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, റിലീജിയൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് ടു ഷോ ദാറ്റ് അവർ കൺട്രി സ്റ്റാൻഡ്സ് യുണൈറ്റഡ് ഓൺ നാഷണൽ സെക്യൂരിറ്റി. ഓക്കെ, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലെയും ഡിഫറെൻറ്റ് റിലീജിയനിലുള്ള ആൾക്കാർ, അതേപോലെ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ആൾക്കാരെയാണ് നമ്മൾ അയച്ചത്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കൺട്രി ഒന്നിച്ച് നിൽക്കുക, ഒരു യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നാഷണൽ സെക്യൂരിറ്റിയിലുള്ള ആ ഒരു യൂണിറ്റി ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ദിസ് യൂണിറ്റി മെയ്ഡ് ഇന്ത്യാസ് മെസ്സേജ് ടു ദ വേൾഡ് മോർ പവർഫുൾ ആൻഡ് ട്രസ്റ്റ് വർത്തി. സോ നമ്മുടെ മെയിൻ മെസ്സേജ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ നടത്തിയ മിലിറ്ററി സ്ട്രൈക്സ് അത് വളരെ കെയർഫുൾ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി അഗെയിൻസ്റ്റ് ദി ടെററിസ്റ്റ്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ചെയ്ത് ടെററിസ്റ്റുകളെ മാത്രമാണ്, നമ്മൾ ഒരു തരത്തിലും സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, പാകിസ്ഥാൻ ആർമിയെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതൊരു ലീഗലായിട്ടുള്ളൊരു ആക്റ്റാണ് ഓഫ് സെൽഫ് ഡിഫെൻസ്. സോ കൊളംബിയ, ഇപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളംബിയ മുമ്പ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചത്. ഓക്കെ, ദേ സീം ടു സപ്പോർട്ട് പാകിസ്ഥാൻ. പക്ഷെ അവർ അവരുടെ ഏർലിയർ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുകയാണ് ഉണ്ടായത്. ആൻഡ് അവർ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഷിങ്ടൺ DC കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനി ഒഫീഷ്യൽസും അവിടെ വന്നിട്ട് ദേ വർ ഓൾസോ ട്രൈങ് ടു ഇൻഫ്ലുവൻസ് US ലീഡേഴ്സ്. സോ അമേരിക്കൻ ലീഡേഴ്സ് ഇന്ത്യനെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തത്. ആൻഡ് അവർ ഇപ്പോൾ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ്സിനെതിരായിട്ടുള്ള കൺസേൺസ് അവർ റൈസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളെ ലഷ്കർ ഇ തായ്ബയും അതേപോലെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന് എതിരെയുള്ള ആ ഒരു കൺസേൺ അവർ റൈസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഷോയിങ് ദാറ്റ് ഇന്ത്യയുടെ ഈ ഒരു ഫാക്ട്സും ഡിപ്ലോമസിയും വർക്ക് ചെയ്തു എന്നാണ് ഇത് കാണിക്കുന്നത് അല്ലേ. സോ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് തന്നെ ഇറ്റ് വാസ് കെയർഫുള്ളി ചൂസൺ. സിന്ദൂർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് മാരേജ് അല്ലേ. അതുപോലെ ഇന്ത്യൻ കൾച്ചറിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നതാണ്. സോ ഈ ഒരു പേര് തന്നെ ഇറ്റ് ഹാസ് ടച്ച് ദി ഇമോഷണൽ ആൻഡ് നാഷണലിസ്റ്റിക് ഫീലിംഗ് എമംഗ് ഇന്ത്യൻസ്. സോ ഇത് ഇറ്റ് മെയ്ഡ് ദി ഓപ്പറേഷൻ ഫീൽ മോർ മീനിങ്ഫുൾ ആൻഡ് കണക്റ്റഡ് ടു ഇന്ത്യൻ ഐഡൻറ്റിറ്റി. സോ ഈ അടുത്ത് യോഗ ഡേ കഴിഞ്ഞിരുന്നു അല്ലേ, 21 യോഗ ഡേ കഴിഞ്ഞപ്പോൾ യോഗ ഫോർ ഇന്നർ പീസ് എന്നൊക്കെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്നു. സോ നമ്മൾ വേറെ സോഫ്റ്റ് ആയിട്ടുള്ള പവേഴ്സും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് യോഗയിലൂടെയും അല്ലെങ്കിൽ മൂവീസിലൂടെ അല്ലെങ്കിൽ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിലൂടെയൊക്കെ വി ട്രൈ ടു കണക്ട് വിത്ത് പീപ്പിൾ ഗ്ലോബലി. സോ ഇങ്ങനത്തെ കൾച്ചറൽ ടൂൾസ് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് ഇന്ത്യാസ് ഡിപ്ലോമസി to go beyond just politics and war. It allowed other countries to better understand and relate to India. സോ ഇന്ത്യയുടെ ഈ ഒരു മിലിറ്ററി ആക്ഷൻ ആണെന്നുണ്ടെങ്കിലും കൾച്ചറൽ ഡിപ്ലോമസി ആണെന്നുണ്ടെങ്കിലും വി സ്മാർട്ട്ലി യൂസ്ഡ് അവർ മിലിറ്ററി ആക്ഷൻ. ഓക്കെ, വി സ്മാർട്ട്ലി യൂസ്ഡ് ബോത്ത് ദി മിലിറ്ററി ആക്ഷൻ ആൻഡ് കൾച്ചറൽ ഡിപ്ലോമസി ടു ബിൽഡ് സ്ട്രോങ് ഇൻ്റർനാഷണൽ സപ്പോർട്ട് എന്ന് വേണം പറയാൻ. സോ ഇന്ത്യക്ക് എങ്ങനെയാണ്, അതായത് ഹൗ ഇന്ത്യ വാണ്ട്സ് ടു പ്രസൻറ്റ് ഇറ്റ് സെൽഫ് ടു ദ വേൾഡ് എന്ന് നോക്കുമ്പോൾ ടെക്നോളജിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിന് മുന്നിൽ നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ സ്ട്രെങ്ത് കാണിക്കുകയാണ്. ഇന്നോവേഷനിലുള്ള ഇന്ത്യയുടെ സ്ട്രെങ്ത് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അതേപോലെ ഐ ടിയിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും. ട്രേഡിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഗ്ലോബൽ ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്.
സോ നമുക്ക് ഇന്ത്യ ക്യാൻ ബിക്കം എ സ്ട്രോങ്ങർ എക്കണോമിക് പ്ലെയർ അല്ലേ, എസ്പെഷ്യലി ചൈനയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ. ട്രഡീഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കൾച്ചർ, അതായത് നമ്മൾ ഇന്ത്യൻ കൾച്ചർ കുറച്ചുകൂടി യൂസ് ചെയ്യണം ടു ബിൽഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. ഈ ഫെസ്റ്റിവൽസിലൂടെയും ഫുഡ്, യോഗ, ഫിലിംസ്, ആർട്ട്. സോ ഇന്ത്യൻ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് വി മസ്റ്റ് ബിൽഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. ഓക്കെ, ഇതിനെയാണ് ഈ കൾച്ചറൽ ഡിപ്ലോമസി എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ കോൺഫ്ലിക്റ്റിനോടുള്ള ഇന്ത്യയുടെ അപ്രോച്ച് നോക്കുമ്പോൾ നമ്മൾ സമാധാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അത് ഫേമാണ്. അതായത് ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ആരും അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല ഫൈറ്റ് ചെയ്യാൻ. സോ ഇന്ത്യയുടെ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇന്ത്യാസ് ഡിപ്ലോമസി ഷുഡ് മിക്സ് വിത്ത് സെക്യൂരിറ്റി ആൻഡ് ഇക്കോണമിക് കോർപ്പറേഷൻ. ഓക്കെ, ഫോമിങ് മ്യൂച്വൽ പാർട്ട്ണർഷിപ്പ് വേർ ബോത്ത് സൈഡ് ബെനിഫിറ്റ്സ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ ഒരു പബ്ലിക് ഡിപ്ലോമസി മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഇൻ്റർനാഷണൽ മീഡിയാസൊക്കെ ആയിട്ട് കുറച്ചും കൂടി എൻഗേജ് ചെയ്യണം. ഓക്കെ, നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റോറിയുടെ സൈഡ് അവർക്ക് നേരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഫോൾസ് ആയിട്ടുള്ള നറേറ്റീവ്സിനെതിരെ വി മസ്റ്റ് കൗണ്ടർ ഫോൾസ് നറേറ്റീവ്സ് അല്ലേ, ഓർ മിസ്ഇൻഫർമേഷൻ ഇൻ വെസ്റ്റേൺ മീഡിയ. ഓക്കെ, സോ ഇറ്റ് വിൽ സ്റ്റേയിങ് വിസിബിൾ ഇൻ ഗ്ലോബൽ ഡിസ്കഷൻസ് അത് വളരെ എസെൻഷ്യലാണ്. ഒരു ഒപ്പീനിയൻസ് ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ എസെൻഷ്യലാണ്. സോ നമ്മൾ ഒരു വി മസ്റ്റ് സ്റ്റേ വിസിബിൾ ഇൻ ഗ്ലോബൽ ഡിസ്കഷൻസ്. പിന്നെ നമ്മൾ ഈ വേറെ രാജ്യങ്ങളുമായിട്ടുള്ള സ്ട്രാറ്റജിക് ടൈസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പനാമയിലേക്കും ഗയാനയിലേക്കും കൊളംബിയയിലേക്കും ഒക്കെ ഡെലിഗേഷൻസിനെ, ഓൾ പാർട്ടി ഡെലിഗേഷൻസിനെ നമ്മൾ സെൻഡ് ചെയ്തിരുന്നു അല്ലേ. ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് UNSCയിൽ, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ ഈ രാജ്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആക്കിയിട്ട് മാറ്റാൻ കഴിയും അല്ലേ. പിന്നെ ഇതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ പനാമ നമ്മൾ UNSCയിൽ, അതായത് യുഎൻ്റെ ഒരു നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ നമ്മളൊരു പെർമനൻറ്റ് മെമ്പർഷിപ്പ് വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇന്ത്യയുടെ ആ ഒരു ബിഡിനെ പനാമ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. സോ ഇത് കാണിക്കുന്നത് എന്താണ്, വളരെ ഇറ്റ് ഷോസ് ദി മേജർ ഡിപ്ലോമാറ്റിക് സക്സസ് അല്ലേ. സോ ഇന്ത്യ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വി മസ്റ്റ് ബിൽഡ് സ്ട്രോങ് ടൈസ്, എസ്പെഷ്യലി സൗത്തിലും അതേപോലെ സെൻട്രൽ അമേരിക്കയിൽ, അതായത് സൗത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കയിൽ നമ്മൾ കുറച്ചും കൂടി ടൈപ്പ് കൂട്ടണം. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ഹൈ ലെവൽ വിസിറ്റ് അവിടെ നടത്തണം. അതേപോലെ ഇന്ത്യൻ എംബസീസിലുള്ള നമ്മുടെ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്തൊക്കെ കൂട്ടുക. അതേപോലെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ബ്രസീലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി ക്ലോസ്ലി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബ്രിക്സിലൊക്കെ ഉള്ള ആൾക്കാരാണ്. സോ ത്രൂ ബ്രിക്സ് വി മസ്റ്റ് വർക്ക് ക്ലോസ്ലി വിത്ത് ദി ബ്രസീൽ ആൻഡ് അതർ സ്റ്റേറ്റ് ലെവൽ കോപ്പറേഷൻസ്. ഈ ഗയാനയിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എസ്പെഷ്യലി അവരുടെ ഓയിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, പിന്നെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് അസറ്റാണ്. ഇറ്റ് ഈസ് എ വെരി സ്ട്രോങ് ഡിപ്ലോമാറ്റിക് അസറ്റ്. ഓക്കെ, PM മോദീസ് ലീഡർഷിപ്പ്. ബട്ട് ഇതിനെ ഇറ്റ് നീഡ്സ് ടു ബി സപ്പോർട്ടഡ് ബൈ സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഈ ഒരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അതേപോലെ ഡിപ്ലോമാറ്റിക് മിഷൻസൊക്കെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യണം. സോ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഡിപ്ലോമസി എന്ന് പറയുന്നത് അത് സ്മാർട്ടായിരിക്കണം, വിസിബിൾ ആയിരിക്കണം, യുണൈറ്റഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഇൻ ലോങ് ടേം, balancing leadership, culture, communication, and strategic global partnership. So we'll move on to our next news, which is steering the Indian economy amid global troubles. പ്രിലിംസിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ്. അതേപോലെ പ്രിലിംസിൽ GS പേപ്പർ 1, അതേപോലെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ് ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. സോ ഈ ഒരു ന്യൂസ് തന്നെ ഗ്ലോബൽ ഇക്കോണമിക് ചേഞ്ചസിനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസാണ്. സോ നമുക്കറിയാം വേൾഡ് എക്കോണമി ദിനം ദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രേഡ് വാർ നടക്കുന്നുണ്ട്. മെയിൻലി നമ്മുടെ US-ഉം ചൈനയായിട്ട് ആ ഒരു മേജർ പവേഴ്സ് തമ്മിലുള്ള ആ ഒരു ടെൻഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ ദേ ആർ പുട്ടിങ് ടാക്സസ് ഓർ ടാരിഫ് ഓൺ ഈച്ച് അതേഴ്സ് ഗുഡ്സ് അല്ലേ. അതേപോലെ ട്രേഡ് പോളിസീസിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ട്രേഡ് പോളിസീസ് ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് വാട്ട് ദിസ് മീൻസ് ഫോർ ഗ്ലോബൽ ട്രേഡ് എന്ന് നോക്കുമ്പോൾ കൺട്രീസ് ഇപ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് ട്രേഡ് ഡീൽസിൽ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കൺട്രീസ് ആർ സൈനിങ് മോർ ഡയറക്റ്റ് ട്രേഡ് ഡീൽസ്, അതായത് ഒരു ബയലാട്രൽ ട്രേഡ് ഡീൽസാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് റിലൈങ് ഓൺ ഗ്ലോബൽ വൺസ്. അതേപോലെ ടാരിഫൊക്കെ ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ട്രേഡിനെ കുറച്ചും കൂടി അൺപ്രഡിക്റ്റബിൾ ആക്കുകയാണ്.
അല്ലേ? ഈ ഒരു ഇമ്പോർട്ടിലാണെന്നുണ്ടെങ്കിലും എക്സ്പോർട്ടിലാണെന്നുണ്ടെങ്കിലും ഇവർ ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓവർ ടൈം ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ദിസ് വിൽ ചേഞ്ച് ഹൗ കൺട്രീസ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ് വിത്ത് ഈച്ച് അതർ എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള ഒരു ഇമ്പാക്റ്റ് നോക്കുന്ന ടൈമിൽ ഇന്ത്യൻ എക്സ്പോർട്ട്, അതായത് നമ്മൾ പുറത്ത് വിൽക്കുന്ന സാധനങ്ങളിൽ നമ്മൾ ഒരുപാട് US-നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ക്ലോത്ത്സിലും മെഡിസിൻസിലും ഒക്കെ നമ്മൾ ഒരുപാട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ MSMEസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്ത്യയിലുള്ള ചെറുകിട സംരംഭകരില്ലേ, അതായത് സ്മോൾ ഇന്ത്യൻ ബിസിനസ്സസിന് ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യൻ ഗുഡ്സിന് മേലെ US ടാരിഫ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനീസിന് വളരെ കുറച്ച് പ്രോഫിറ്റല്ലേ കിട്ടുള്ളൂ. പിന്നെ MSMEസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് MSMEസിൻ്റെ പേര് തന്നെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നാണല്ലോ. ഇവർക്ക് അല്ലെങ്കിൽ ഇവർ വർക്ക് ചെയ്യുന്നത് ഒരു ടൈറ്റ് ബഡ്ജറ്റിനുള്ളിലാണ്. ഓക്കെ, വളരെ ടൈറ്റ് ബഡ്ജറ്റിനുള്ളിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ദേ ആർ ഹിറ്റ് ദി ഹാർഡസ്റ്റ്. സോ അവരുടെ കോസ്റ്റ് കൂടും ആൻഡ് അതിനനുസരിച്ച് അവർക്ക് അവരുടെ പ്രൈസ് കൂട്ടാൻ പറ്റില്ല. അതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. സോ ഗ്ലോബൽ ടെൻഷൻസ് ആർ മേക്കിംഗ് ട്രേഡ് മോർ ടഫർ ആൻഡ് റിസ്കിയർ. ഓക്കെ, ഇന്ത്യ എസ്പെഷ്യലി നമ്മുടെ സ്മോൾ ബിസിനസ്സിൽ വി നീഡ് ടു അഡാപ്റ്റ് ക്വിക്ലി, ഓക്കെ, ടു പ്രൊട്ടക്ട് ജോബ്സ് ആൻഡ് സ്റ്റേ കോമ്പറ്റേറ്റീവ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഗുഡ്സിന് മേലെയുള്ള നമ്മുടെ US ടാരിഫുകളുടെ ആ ഒരു അൺസർട്ടനിറ്റിയാണ്. US ഇനി ടാരിഫ് കൂട്ടാതിരിക്കാം. ഓക്കെ, നമ്മൾ ട്രംപ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ദ US മേ ഓർ മേ നോട്ട് ഇമ്പോസ് ന്യൂ ടാരിഫ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് നമ്മളിപ്പോൾ പുതിയ ട്രേഡ് ഡീൽസിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ദേ ആർ സ്റ്റിൽ ബീങ് വർക്ക്ഡ് ഔട്ട്. അതേപോലെ US കോർട്ട് ഇപ്പോൾ കറൻ്റ്ലി നിലവിലുള്ള ടാരിഫ് ലീഗലാണോ എന്ന് അവരിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ടെമ്പററി അഗ്രിമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് മൈ ഡിലേ ഓർ സോഫൺ ദോസ് ടാരിഫ് ആക്ഷൻസ്. സോ എന്താണ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതായത് ഇഫ് വി ഹാവ് ടാരിഫ് അഡ്വാൻറ്റേജ് ഓവർ അതർ കൺട്രീസ്, എസ്പെഷ്യലി ചൈനയാണെങ്കിലും വിയറ്റ്നാം ആണെന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരിക്കലും ഇവരുടെ മേലെ നമുക്ക് ടാരിഫ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു പ്ലാൻ എക്സ്പോർട്ട്സ് ഓർ പ്രൈസ് പ്രൊഡക്ട്സ് കോമ്പറ്റീറ്റീവ്ലി. സോ ഈ ഒരു വൈ ദി ഓവറോൾ ഇമ്പാക്റ്റ് മൈറ്റ് ബി സ്മോൾ എന്ന് നോക്കുമ്പോൾ എക്സ്പേർട്ട് പറയുന്നത് ഇന്ത്യക്ക് ഇത് ഒരുപാട് എഫക്റ്റ് ആവില്ല എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. ഇന്ത്യ മൈറ്റ് നോട്ട് സഫർ ടു മച്ച് ബിക്കോസ് നമ്മുടെ എസ്പെഷ്യലി നമ്മൾ സർവീസസ് ആണല്ലോ എക്സ്പോർട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി നമ്മുടെ IT മേഖല, IT സെക്ടർ. സോ അതിപ്പോൾ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ റെമിറ്റൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഇന്ത്യൻസ് ദേ ആർ സെൻഡിങ് എ ലോട്ട് ഓഫ് മണി ഹോം. ഓക്കെ, ആ ഒരു റെമിറ്റൻസ് അത്യാവശ്യം സ്റ്റേബിളാണ്, അത് സെറ്റാണ്. പിന്നെ ഫോറിൻ കറൻസി സേവിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോറക്സ് റിസർവ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ സ്ട്രോങ് ആണ്. അതേപോലെ അക്കൗണ്ട് ഡെഫിസിറ്റ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ലോ ആണ്. ഈ ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ്. ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ കൂടി റിസ്ക്സ് ആർ സ്റ്റിൽ ഹൈ. ഓക്കെ, ദർ ആർ സ്റ്റിൽ റിസ്ക്സ്. അതായത് ഈ ഒരു ട്രേഡ് അൺസർട്ടനിറ്റി ഇത് ഈ ഒരു എക്സ്പോർട്ട് പ്ലാനിങ്ങിനെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാക്കും അല്ല ഇന്ത്യൻ ബിസിനസ്സിനെ. അതേപോലെ ഇവിടെ ഡംപിങ് എന്നുള്ളൊരു സാധനം കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് റൈസസ് ദ റിസ്ക് ഓഫ് ഡംപിങ്. അതായത് ചൈനയാണെങ്കിലും മറ്റ് ഏഷ്യൻ നേഷൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ കയ്യിലുള്ള ആ ഒരു സർപ്ലസ് ഗുഡ്സ് അവർ ഇന്ത്യയിൽ വന്നിട്ട് സെല്ല് ചെയ്യും. ഓക്കെ, അതും വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്കായിരിക്കും അവരവരുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇതെല്ലാം ഡംപ് ചെയ്യും. ഓക്കെ, സോ ഇത് ഈ ഒരു ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയുടെ എക്കോണമി റിലേറ്റീവ്ലി ഇപ്പോൾ സ്റ്റേബിളാണ്. ഓക്കെ, ഈവൻ ദോ ഇന്ത്യാസ് എക്കോണമി ഈസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ, ഈ ഒരു US-ഉമായിട്ടുള്ള ട്രേഡ് അൺസർട്ടനിറ്റി ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെ വളരെയധികം ബാധിക്കും, എസ്പെഷ്യലി വെൻ പ്ലാനിങ് എഹെഡ്. സോ ഇറ്റ് ഓൾസോ ഓപ്പൺസ് ദ ഡോർ ഫോർ അൺഫെയർ കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ മറ്റ് കൺട്രീസൊക്കെ ഇവിടെ വന്ന് ഡംപ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. They will dump cheap goods in India. സോ US-ഉമായിട്ടുള്ള ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ US-ഉമായിട്ട് കുറച്ചും കൂടി വി ആർ ട്രൈങ് ടു സൈൻ ന്യൂ ഡീൽസ്. അതായത് നമ്മുടെ പുതിയ ഡീലുകൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ആ ഒരു ടാരിഫ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ടാരിഫ് റിമൂവ് ചെയ്യുക എന്നുള്ളതിലാണ്, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സിൽ. ഓക്കെ, എന്നാൽ മാത്രമേ, അതായത് നമ്മുടെ സർവീസസ് എക്സ്പോർട്ട്,
അതായത് അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, ലൈക്ക് IT ആൻഡ് കൺസൾട്ടിങ്. സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാരിഫ് കുറച്ചേ പറ്റൂ, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ആൻഡ് ഇങ്ങനെ പുതിയ ഡീലുകൾ നമ്മൾ US ആയിട്ട് സൈൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ സോൾവ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. ഓക്കെ, ആ ഒരു സ്ട്രിക്റ്റ് റൂൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത് ബൈ മ്യൂച്വൽ റെക്കഗ്നിഷൻ. സോ രണ്ട് ആൾക്കാർക്കും ദേ ക്യാൻ അക്സെപ്റ്റ് ഈച്ച് അതേഴ്സ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മളിപ്പോൾ UK ആയിട്ടുള്ള FTA അത് ഏകദേശം ഓൾമോസ്റ്റ് ഡൺ ആണ്. ഓക്കെ, സോ അത് വളരെ ഒരു ഗുഡ് ന്യൂസാണ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന്. ആ ഒരു ഡീല് ഇറ്റ് ഈസ് എ വെരി ബിഗ് പ്രോഗ്രസ്. ഓക്കെ, പിന്നെ നമ്മൾ യൂറോപ്യൻ യൂണിയനും ഓസ്ട്രേലിയ ആയിട്ടൊക്കെ FTAസിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. സോ ഇങ്ങനത്തെ ഡീൽസ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് അല്ലേ ടു ആക്സസ് മോർ മാർക്കറ്റ് ബിയോണ്ട് ജസ്റ്റ് ദി US. പിന്നെ ഇമ്പോർട്ട് മോണിറ്ററിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ വി മസ്റ്റ് ഇന്ത്യ നീഡ്സ് ടു വാച്ച് ഇമ്പോർട്ട് ക്ലോസ്ലി ടു പ്രിവെൻറ്റ് ഡംപിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അവരവരുടെ സ്റ്റോക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർപ്ലസ് ആയിട്ടുള്ള അവരുടെ രാജ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് വളരെ വിലക്കുറവിൽ വിൽക്കും. ഓക്കെ, സോ അതർ കൺട്രീസ് വിൽ സെൽ ദെയർ ഗുഡ്സ് ഹിയർ അറ്റ് എ വെരി ചീപ്പ് പ്രൈസ്. സോ അത് നമ്മൾ തടയണം. നമ്മൾ ട്രേഡ് റെമഡീസ് യൂസ് ചെയ്യണം, ലൈക്ക് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് ക്വിക്ക്ലി ടു പ്രൊട്ടക്ട് ലോക്കൽ ഇൻഡസ്ട്രീസ്. അതേപോലെ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ദി ഗവൺമെൻറ് വിൽ കീപ്പ് ഇൻവെസ്റ്റിംഗ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്. ഓക്കെ, ഒരു പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം എടുക്കുമ്പോൾ സോ ഇത് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും അല്ലേ. അതേപോലെ പ്രൈവറ്റ് കമ്പനീസിനെ കുറച്ചും കൂടി എൻകറേജ് ചെയ്യും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മോണിറ്ററി പോളിസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും ഇനി. ഓക്കെ, ഓർ ദേ വിൽ കീപ്പ് ഇറ്റ് വെരി ലോ. സോ ഇത് ബോറോയിങ് ഒക്കെ ചീപ്പറാക്കാൻ സഹായിക്കും. അതേപോലെ നമ്മുടെ എക്കോണമിക് ആക്ടിവിറ്റിയും ഗ്രോത്തിനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇറ്റ് വിൽ അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ കമ്പനീസിനെയാണ്. എസ്പെഷ്യലി ഈ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നൊക്കെ നിർത്തി പോകുന്ന കമ്പനീസിനെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ചാൻസ് ഫോർ ഇന്ത്യ ടു ബിക്കം എ ന്യൂ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്. അതേപോലെ നമ്മൾ ഈ ഒരു ന്യൂ ജനറേഷൻ എക്കോണമിക് റിഫോംസൊക്കെ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റെഗുലേറ്ററി റിഫോംസ് ആണ്. ഇന്ത്യ പ്ലാൻസ് ടു സ്പീഡ് അപ്പ് ന്യൂ ജനറേഷൻ ഇക്കോണമിക് റിഫോംസ്. എന്തിനാന്ന് വെച്ചാൽ ബിസിനസ് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്, ടു മേക്ക് ഡൂയിങ് ബിസിനസ് മോർ ഈസിയർ. അതേപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ് ഒക്കെ ഉണ്ട്. സോ അത് നമ്മൾ ഒരുപാട് സെക്ടേഴ്സിലോട്ട് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി സ്മാർട്ട് വാച്ചസ് ആൻഡ് ഫിറ്റ്നസ് ബാൻഡ്, വിയറബിൾസിലോട്ടൊക്കെ ആ ഒരു പ്ലാന് നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ, ഡിവൈസസിൽ, അതേപോലെ EVസിലും ടെക്നോളജിയിലോട്ടൊക്കെ PLI സ്കീംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഇന്ത്യയുടെ കറണ്ട് സ്ട്രാറ്റജി ഇറ്റ് കമ്പൈൻസ് വിത്ത് സ്മാർട്ട് ട്രേഡ് ഡീൽസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി റിഫോംസ് ടു സ്റ്റേ റിസീലിയൻറ്റ് ഇൻ എ ഷിഫ്റ്റിംഗ് ഗ്ലോബൽ എക്കോണമി എന്നുള്ളതാണ്. സോ അത് ട്രേഡിനെയും ക്യാപിറ്റലിനെയും ഒരേ സമയം അട്രാക്റ്റ് ചെയ്യും അല്ലേ. സോ നമ്മുടെ ഫോക്കസ് എന്നുള്ളത് ഡൈവേഴ്സിഫിക്കേഷനിലാണ്, കോമ്പറ്റേറ്റീവ്നെസ്സിലാണ്, അതേപോലെ ലോങ് ടേം ഗ്രോത്തിലാണ്. സോ ഈ ഒരു ഗ്ലോബൽ എക്കോണമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ചസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് അല്ലേ. സോ ഈവൻ ദോ ദി ഗ്ലോബൽ എക്കോണമി ഈസ് ഫേസിങ് പ്രോബ്ലംസ് ലൈക്ക് ട്രേഡ് വാർസ്, റൈസിങ് ടാരിഫ്സ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഇന്ത്യക്ക് ഇവിടെ വളരെ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ടു ഗ്രോ സ്ട്രോങ്ങർ. സോ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ചൈനയിൽ നിന്നും മൂവ് ഔട്ട് ചെയ്യുന്ന കമ്പനീസിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്നിട്ട് അവരെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ പരിപാടികളൊക്കെ ബൂസ്റ്റ് ചെയ്യുക ടു പ്രൊഡ്യൂസ് ഫോർ ദ വേൾഡ്. ഓക്കെ, അതേപോലെ ഈ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ ഇൻ്റർനാഷണൽ ട്രേഡ് നെറ്റ്വർക്ക്സുമായിട്ട് ലിങ്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് വി ഷുഡ് സപ്ലൈ പാർട്സ് ആൻഡ് പ്രോഡക്ട്സ് ടു ഗ്ലോബൽ കമ്പനീസ്. പിന്നെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള എക്കോണമി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ കോവിഡും വാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഷോക്സൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അതായത് വി ഷുഡ് ഇംപ്രൂവ് ദി എക്കോണമിക് റിസീലിയൻസ്. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് ടു ബിക്കം എ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്, അതേപോലെ ഗ്ലോബൽ സപ്ലൈ ചെയിൻസിൽ ജോയിൻ ചെയ്യുക, എക്കണോമിക് റിസീലിയൻസിന് ഇംപ്രൂവ് ചെയ്യുക. സോ ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇന്ത്യ മസ്റ്റ് നെഗോഷിയേറ്റ് സ്മാർട്ട് ട്രേഡ് ഡീൽസ്.
ഓക്കെ, മേജർ കൺട്രീസുമായിട്ട് US-ഉം UK-യും യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ നമ്മൾ കുറച്ചും കൂടി സ്മാർട്ട് ട്രേഡ് ഡീൽസിൽ നെഗോഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് വി മസ്റ്റ് ഹാവ് എ സ്ട്രോങ് ഡൊമസ്റ്റിക് പോളിസീസ് ലൈക്ക് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ബിസിനസ് ചെയ്യാനുള്ള ആ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സിമ്പിളാക്കണം. പിന്നെ സ്ട്രക്ചറൽ റിഫോംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ലൈക്ക് ടാക്സ് ആൻഡ് ലേബർ റിഫോംസ്, പിന്നെ നമ്മുടെ PLI സ്കീംസ് ഒക്കെ പറഞ്ഞില്ലേ. സോ അങ്ങനത്തെ സ്ട്രക്ചറൽ റിഫോംസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഗ്ലോബൽ ഡിസ്റപ്ഷൻസ് കൊണ്ടുവരുന്നത് റിസ്ക് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ചാൻസ് കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മൾ നീങ്ങണമെന്നുണ്ടെങ്കിൽ India can turn today's problem into tomorrow's success by becoming a reliable, resilient, and globally connected economy. So we'll move on to our next news. Expansionary policies in a slowing economy. ഓക്കെ, എക്കണോമിക്സ് ആണ്. ആൻഡ് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. GS പേപ്പർ 1 വരുന്നതാണ്. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്. ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. സോ ഈ ഒരു ന്യൂസ് നോക്കുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI റിപ്പോ റേറ്റുകൾ ഈ വർഷം 2 തവണ കുറച്ചു അല്ലേ. ദേ ഹാവ് റിഡ്യൂസ് ദി റിപ്പോ റേറ്റ് ട്വൈസ്. ആദ്യം ഏപ്രിലിൽ ഒരു 0.25 കുറച്ചു, പിന്നെ ജൂണിൽ 0.5% കുറച്ചിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി റിപ്പോ റേറ്റ് എന്നുള്ളത് 5.5% ആണ്. റിപ്പോ റേറ്റ് നമുക്കറിയാലോ അല്ലേ, അതായത് ഈ ഒരു RBI ബാങ്കുകൾക്ക് എത്ര പലിശ നിരക്കിലാണ് പൈസ കൊടുക്കുന്നത് എന്നുള്ളതാണ് ആ റിപ്പോ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തിനാണ് RBI ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഇപ്പോൾ ഒരു 2% അല്ലെങ്കിൽ ഒരു 6% ഇടയിലാണ്. സോ ഇൻഫ്ലേഷൻ ഇപ്പോൾ കൺട്രോളിലാണ്, ഇപ്പോൾ നമ്മുടെ കയ്യിലാണുള്ളത് ഇൻഫ്ലേഷൻ. സോ എക്കോണമി ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ വെൽ. ഓക്കെ, 2025-26 2025-26 നമ്മുടെ GDP ഗ്രോത്ത് എന്നുള്ളത് 6.5% ആയിരുന്നു. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ എക്കോണമി പിന്നെയും ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യും എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ RBI ഇപ്പോൾ ദേ ഫീൽ സേഫ്, ഓക്കെ, ടു മേക്ക് ബോറോയിങ് ചീപ്പർ. സോ ഇത് സ്പെൻഡിങ് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ആൾക്കാർ ചിലവാക്കും, അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇവിടെ വേറെ എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഇപ്പോൾ ഇൻകം ടാക്സ് റീസെൻ്റ്ലി കുറച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ആൾക്കാരുടെ കയ്യിൽ ദേ വിൽ ഹാവ് മോർ മണി ഇൻ ഹാൻഡ്. സോ അത് ഇറ്റ് വിൽ ഇൻക്രീസ് ദെയർ സ്പെൻഡിങ് അല്ലേ. സോ ഇവിടെ എന്താണ് ഇവിടെയുള്ള ഇഷ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നല്ല തന്നെ, അടിപൊളി. പക്ഷേ മോണിറ്ററി പോളിസീസും ഫിസിക്കൽ പോളിസിയും, അതായത് മോണിറ്ററി പോളിസി RBIയുടെ കയ്യിലാണ്, ഫിസിക്കൽ പോളിസി ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. സോ ഇവർ രണ്ടുപേരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനാണ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇത് നല്ലതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഇത് പ്രോപ്പർലി മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എക്കോണമി കുറച്ചും കൂടി ഓവർ ഹീറ്റ് ആവുമെന്ന് പറയാം. അതായത് ഒരുപാട് പൈസ എക്കോണമിയിലോട്ട് വരും. ഓക്കെ, നമ്മുടെ എക്കോണമിയിലേക്ക് ഒരുപാട് പൈസ വരുമ്പോൾ അത് ഇൻഫ്ലേഷന് കാരണമാവും. അതേപോലെ ഗവൺമെൻറ് അവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ചിലവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് അവിടെ കൂടും. ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഫിസിക്കൽ ഡെഫിസിറ്റ്. ഓക്കെ, സോ RBI ഇപ്പോൾ കറൻ്റ്ലി എൻകറേജിങ് ഗ്രോത്ത് ബൈ കട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ്. അതേപോലെ ഗവൺമെൻറ്റും ഇപ്പോൾ ടാക്സൊക്കെ കുറയ്ക്കുന്നുണ്ട്. ഇതൊരു പ്രോ ഗ്രോത്ത് കോംബോയാണ്. പക്ഷേ ബട്ട് ഇറ്റ് നീഡ്സ് കെയർഫുൾ കോർഡിനേഷൻ ടു അവോയ്ഡ് പ്രോബ്ലംസ് ലേറ്റർ. സോ ഇവിടെ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസിയും അതേപോലെ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ പോളിസിയും, ഇത് രണ്ടും ആൾക്കാരെ അതായത് എത്രത്തോളം പൈസ ചിലവാക്കും, ഹൗ മച്ച് പീപ്പിൾ സ്പെൻഡ് എന്നതിനെയും എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എത്രത്തോളം അതായത് പ്രൈസ് കൂടാം എന്നതിനെയും ഈ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഹൗ ഫാസ്റ്റ് പ്രൈസസ് റൈസ്, അതായത് ഇൻഫ്ലേഷനെയും ഇവരുടെ പോളിസീസ് എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഹൗ മച്ച് പീപ്പിൾ സ്പെൻഡ് എന്നതിനെയും എഫക്റ്റ് ചെയ്യും. സോ ഇനി ഈ ഒരു പോളിസീസ് വർക്ക് ആയില്ലെങ്കിൽ അവർക്കത് ക്യാൻസൽ ചെയ്യാം. ദേ ക്യാൻ ക്യാൻസൽ ഈച്ച് അതേഴ്സ് ഔട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുഷ് ചെയ്യാം. ഓക്കെ, പക്ഷെ അത് അവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കും. ഇറ്റ് വിൽ കോസ് ഹൈ ഇൻഫ്ലേഷൻ ഓർ ഒരുപാട് ഡെപ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ ചരിത്രം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നോക്കിയാൽ UK-യിലും US-ലും ഈ ഗവൺമെൻറ് ടാക്സ് കട്ട് ചെയ്ത സമയത്ത് അവിടുത്തെ സെൻട്രൽ ബാങ്കുകൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തില്ല. ദേ ഡിഡ്ന്റ് ലോവർ ദി ഇൻട്രസ്റ്റ് റേറ്റ് ബിക്കോസ് അവർ ഇൻഫ്ലേഷനെ പറ്റിയിട്ട് അവർക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. ദേ വർ വെറീഡ് അബൌട്ട് ഇൻഫ്ലേഷൻ. സോ ആ ഒരു ടാക്സ് കട്ടിൻ്റെ ഫുൾ ബെനിഫിറ്റ് അവിടെ കിട്ടിയില്ല എന്ന് വേണം പറയാൻ. സോ ദിസ് ഷോസ് ദാറ്റ് കോൺഫ്ലിക്റ്റിംഗ് പോളിസീസ് മേക്ക് ബോത്ത് ലെസ് എഫക്റ്റീവ്.
2008 ഒരു ഗ്ലോബൽ ക്രൈസിസ് ഉണ്ടായി. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് നിയർലി സീറോൻ്റെ അടുത്തേക്ക് വന്നു. സോ മോണിറ്ററി പോളിസിക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനുണ്ടായില്ല. സോ അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ്, അതായത് ഫിസിക്കൽ പോളിസി അവിടെ വലിയൊരു റോള് വഹിച്ചു. അതായത് അത് കാരണം കൊണ്ട് മാത്രം അവിടെ ദേ സേവ്ഡ് ജോബ്സ് ആൻഡ് ദേ റിവൈവ്ഡ് ദി എക്കോണമി. സോ ഇന്ത്യയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയാൽ RBI ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും ഇത് ചെയ്യുന്നത് എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഇൻഫ്ലേഷൻ കൂടാനും കാരണമാവാം. ഓക്കെ, അതായത് ഒരുപാട് പണവും വളരെ കുറച്ച് ഗുഡ്സും ഉള്ളൊരു അവസ്ഥയിലോട്ട് വരാം. ഓക്കെ, ഇറ്റ് വിൽ ലീഡ് ടു ടു മച്ച് മണി ചേസസ് ടു ഫ്യൂ ഗുഡ്സ്. ഇറ്റ് ഓൾസോ റേസസ് അതർ ക്വസ്റ്റ്യൻസ്. അതായത് ഇത് RBI വിശ്വസിക്കുന്നതല്ല, ഇത് ഇങ്ങനെ തന്നെ വരണം എന്ന് നിർബന്ധമില്ലല്ലോ. RBI വിശ്വസിക്കുന്നത് ഇൻഫ്ലേഷൻ കുറവായിട്ട് തന്നെ ഇരിക്കും ഭാവിയിൽ എന്നുള്ളത് മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. സോ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡസ് ദ RBI ബിലീവ് ഇൻഫ്ലേഷൻ വിൽ സ്റ്റേ ലോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ഫിസിക്കൽ പോളിസി വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ്. ഓക്കെ, ഓർ ഇസ് ദ ഫിസിക്കൽ പോളിസി നോട്ട് വർക്കിംഗ് വെൽ. ഓക്കെ, സോ ഇവർ രണ്ടുപേരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ റിസ്കിങ് ഹയർ ഗവൺമെൻറ് ഡെപ്റ്റ്. സോ ഇന്ത്യയുടെ പോളിസീസ് എയിം ചെയ്യുന്നത് ഗ്രോത്തിനെയാണ്. പക്ഷേ കെയർഫുൾ കോർഡിനേഷൻ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യും. ഓക്കെ, ഒന്നെങ്കിൽ ഇൻഫ്ലേഷനിലൂടെ ആയിരിക്കാം അത് നമുക്ക് തിരിച്ചടി തരാൻ പോകുന്നത്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ബോറോയിങ്ങിലൂടെ ആയിരിക്കാം. സോ ഈ ഒരു ഹയർ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ആ ഒരു റിസ്ക്കും അതേപോലെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ന്യൂസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് ടാക്സ് കുറച്ചിട്ടുണ്ട്, അതേപോലെ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട് എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവർ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ എക്കോണമി വളർന്നില്ലെങ്കിൽ, ഓക്കെ, സോ ആൾക്കാരിപ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാം, പക്ഷേ ആൾക്കാർ സ്പെൻഡ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ കമ്പനീസ് വിചാരിച്ച പോലെ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന് റിസൾട്ടായിട്ട്, ഓക്കെ, ഇപ്പോൾ ടാക്സൊക്കെ കുറച്ചല്ലോ, ഈ ഒരു ടാക്സ് കളക്ഷൻ ഡ്രോപ്പായി. ഓക്കെ, സോ ഇത് ഫിസിക്കൽ ഡെഫിസിറ്റിന് കാരണമാവും. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ സ്പെൻഡ് ചെയ്യും, മോർ ദാൻ ഇറ്റ് ഏൺസ്. സോ ഇവിടെ ഗവൺമെൻറ്റിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, വാട്ട് ക്യാൻ ദ ഗവൺമെൻറ് ഡൂ ദെൻ? ഈ ഒരു ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ ദേ മേ നീഡ് ടു കട്ട് ഇറ്റ് സ്പെൻഡിങ്. ഓക്കെ, പക്ഷേ ഇങ്ങനൊരു കട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ റവന്യൂ സ്പെൻഡിങ് എടുക്കുകയാണ്. അതായത് ഇപ്പോൾ സബ്സിഡി അല്ലെങ്കിൽ വെൽഫെയറിലാണ് ഇവർ കട്ട് ചെയ്യാൻ പോകുന്നത് എങ്കിൽ അത് പാവപ്പെട്ട ആൾക്കാരെ വളരെയധികം ഹേർട്ട് ചെയ്യും. അതേപോലെ ക്യാപിറ്റൽ സ്പെൻഡിങ്ങിൻ്റെ കാര്യം എടുക്കാം നമുക്ക്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലാണ് ഇവർ ഈ ഒരു കട്ട് കൊണ്ടുവരാൻ പോകുന്നതെങ്കിൽ ലോങ് ടേം ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും, അല്ലേ? സോ ഈ ഒരു ഡെഫിസിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്പെൻഡിങ് കട്ട് ചെയ്യേണ്ടി വരും. സോ അത് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഇവിടെ ഇനി നമുക്ക് നോക്കാനുള്ളത് വൈ ദ മാർക്കറ്റ് അലോൺ മെ നോട്ട് ഹെൽപ്പ് എന്നുള്ളതാണ്. ഒരുപാട് സെക്ടേഴ്സിൽ ഒരു മോണോപ്പൊളി പവറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബിഗ് കമ്പനീസാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റൊക്കെ കൂടുന്നുണ്ട്, അതൊക്കെ ശരി, പക്ഷേ വേജസ് അതിനനുസരിച്ച് കൂടുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കമ്പനീസ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ കൂടി കോമൺ പീപ്പിൾ മേ നോട്ട് ബെനിഫിറ്റ് ഫ്രം ദിസ്. സോ ദിസ് വിൽ മേക്ക് എ മാർക്കറ്റ് ഓൺലി റിക്കവറി അൺഫെയർ ആൻഡ് വീക്ക്. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂൻ ചെയ്യണം, പാവപ്പെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ പാവപ്പെട്ട ആൾക്കാരെയും ഈ ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യണം ബൈ ബൂസ്റ്റിംഗ് വേജസ് ആൻഡ് ജോബ്സ്, ഓക്കെ, ആൻഡ് വെൽഫെയർ. പിന്നെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യണം. സോ അത് എക്കോണമിയെ ഹെൽപ്പ് ചെയ്യും ടു റിക്കവർ ഇൻ എ വെരി ഫെയർ ആൻഡ് സ്ട്രോങ് വേ. സോ എക്കോണമി നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത് പിക്കപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് ഇവിടെ കൂടും. സോ കട്ടിങ് ഈ ഒരു സ്പെൻഡിങ്ങിലാണ് കട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഇറ്റ് ക്യാൻ ഹേർട്ട് ദ പുവർ സിൻസ് മാർക്കറ്റ് അലോൺ ആർ ഇൻ ഹെൽപ്പിംഗ് എവരി വൺ ഈക്വലി. ഓക്കെ, സോ ടാർഗറ്റഡ് ഗവൺമെൻറ് ഹെൽപ്പ് വളരെ എസെൻഷ്യലാണ് ഫോർ ആൻ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ റിക്കവറി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ ഇപ്പോൾ വേറെ കുറച്ച് ന്യൂസായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.